ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷാന്ത് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 27 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് മസ്തിഷ്ക മരണം. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ രജീഷ വിജയൻ, നിരഞ്ജൻ മണിയമ്പിള്ള രാജു, ശാന്തി ബാലചന്ദ്രൻ, ദിവ്യപ്രഭ, ജഗദീഷ്, ആൻ ജമീല സലിം, സച്ചിൻ ജോസഫ്, വിഷ്ണു അഗസ്ത്യ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,50,00,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. 5-ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20-25 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 1,75,00,000 റേഞ്ചിലാണ് ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടിക്ക് മുകളിലുമാണ്. നവാഗതനായ ശിവകുമാർ മുരുകേശൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 27 തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് തായ് കിഴവി. രാധിക ശരത് കുമാർ, റൈച്ചൽ റബേക്ക, അത്താട്ടി കുമാരൻ, സിംഗംപുലി, അരുൾദോസ്, മുനീഷ് കാന്ത് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 17,65,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 1,50,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 23 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 22 ലക്ഷം എന്നിങ്ങനെ 19,60,00,000 രൂപയാണ് 4 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് 4 ദിവസം കൊണ്ട് 5,65,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 25,25,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5-ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമ തമിഴ്നാട്ടിൽ 2-2.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ 20 കോടിക്ക് മുകളിൽ ഈ സിനിമ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 ദിവസത്തെ വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 28 കോടിക്ക് മുകളിലുമാണ്. തമിഴ് സിനിമകളിൽ ഫെബ്രുവരി മാസത്തിൽ വിജയക്കുതിപ്പിന് തുടക്കം കുറിച്ചത് വിത്ത് ലവ് എന്ന സിനിമയാണ്. അഭിഷാൻ ജീവന്ത്, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി മദൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 25 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 29,33,00,000 രൂപയാണ്. തെലുങ്ക് സംസ്ഥാനങ്ങൾ 3 കോടി 2, കർണാടക 2 കോടി 15, കേരള 32 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങൾ 20 ലക്ഷം എന്നിങ്ങനെ 35 കോടി 2 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $3,88,000, അതായത് 3,54,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 25 ദിവസം കൊണ്ട് വേൾഡ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 38,56,00,000 രൂപയാണ്. ദളപതി വിജയ് നായകനായി ആറ്റ്ലി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് 2016 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ തമിഴ് സിനിമയാണ് തെറി. ഈ സിനിമ ഫെബ്രുവരി 27 റീ റിലീസായി വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു. സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 1,34,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 62 ലക്ഷം രൂപ ഷെയറായും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വിശാൽ ഭരദ്വാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഓ റോമിയോ. ഷാഹിദ് കപൂർ, ട്രിപ്റ്റി ട്രിമി, നാന പട്ടേക്കർ, തമന്ന ഭാട്ടിയ, ദിഷ പട്ടാണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 18 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം ഇന്ത്യൻ കളക്ഷനായി 85,90,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് $2.64 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 24,50,00,000 രൂപ. അങ്ങനെ 18 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 110,40,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അനുഭവ് സിംഗ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 20 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് അസി. തപ്സി പന്നു, കനി കുസൃതി, രേവതി, മനോജ് ബഹുവ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് 10 കോടി രൂപയാണ്. വിദേശത്ത് നിന്ന് 1,25,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 11,25,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വിവാദങ്ങളോടെ കേരളത്തിലെത്തിയ ദി കേരള സ്റ്റോറി 2 എന്ന സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 11,30,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ആദ്യ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 15,25,00,000 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.